പറയുന്ന ടോപ്പിക്കിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പുറത്ത് കിച്ചണിലാണ്. അപ്പോൾ ചെറിയ ഈച്ചങ്ങനെ പാറുന്നുണ്ട്. ബിക്കോസ് വാതിലടച്ചാൽ എനിക്ക് ഈ വെളിച്ചം നഷ്ടപ്പെടും. പിന്നെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇവിടെ അതൊന്നും നിങ്ങൾ വിഷയമാക്കാണ്ട് ഞാൻ പറയുന്ന ടോപ്പിക്കിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് ഞാൻ തന്നെ ആയിട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എന്നെ കാണാൻ നല്ല ഭംഗി ഇപ്പം. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനും കാരണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ലൈഫ് നിങ്ങളുടേത് എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു മാറ്ററും ഇല്ല. ഇനി മുതലുള്ള അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഈ ഒരു നിമിഷം മുതലുള്ള ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളൊരു അവയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പത്തെ ക്യാരക്ടർ കൂടി ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറയാം. ഒരു 6 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു 10ാം ക്ലാസ് ഒന്നല്ല ടേണിംഗ് പോയിൻ്റ്. നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഏറ്റവും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു വാക്കാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തൊന്നും കേൾക്കുന്ന ഒരു വാക്കാണ് 10th എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റ് ലൈഫിൽ എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. നമുക്ക് നമ്മളുടെ ടേണിംഗ് പോയിൻ്റ് എത്രയും ചെറുപ്പത്തിൽ ആവാൻ പറ്റുന്നോ അത്രയും നല്ലതാണെന്നേ പറയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും അപ്പോൾ ചെറുപ്പത്തിലും എനിക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് ബോധം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ ഏറ്റവും സേഫായിട്ട് ഒരു കൊണ്ടുപോകാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും എന്തൊക്കെ വന്നു പോയാലും, കൊറോണ വന്നു പോയി, വെള്ളപ്പൊക്കം വന്നു പോയി, അപ്പോൾ എന്തൊക്കെ വന്നു പോയാലും നിങ്ങൾ ഈ ശ്വാസം വലിക്കുന്ന സമയത്തോളം നിങ്ങളുടെ എനർജീനെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിൽ നിങ്ങളെ ആക്കി മാറ്റുക എന്നുള്ളത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാനൊരു മകളാണ്, ഭാര്യയാണ്, ഉമ്മയാണ്. അതിലപ്പുറത്തേക്ക് എൻ്റെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാവും. അപ്പോൾ ഇനി പറഞ്ഞില്ല 6 വർഷം മുമ്പുള്ള എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ കേപ്പബിൾ അല്ല. ഈവൻ കുക്കിംഗ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അന്നത്തെ എൻ്റെ കഴിവുകേടുകളിലേക്കായിരുന്നു എൻ്റെ ഫോക്കസ് ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത്. എനിക്കതിന് കഴിവില്ല, എനിക്കിതിന് കഴിവില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ചുറ്റുമുള്ളവർ എനിക്ക് കുറവുകൾ മാത്രമേ കാണുന്നുള്ളൂ. ബിക്കോസ് ആ കുറവുകൾ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ കുറവുകളായതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്കും അങ്ങനെ ആയി തോന്നുന്നത്. ബിക്കോസ് നമ്മുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷൻ തന്നെയാണ് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത് ആദ്യം പറഞ്ഞു തരുമ്പോൾ ഞാൻ അതിനാർക്കും ദോഷമുള്ളതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ദോഷമുള്ളത് എനിക്ക് തന്നെയാണെന്നുള്ള ആ ഒരു ബോധം വന്നത് ആക്ച്വലി ഇതിലിങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓരോ ദിവസവും ഒരു റിയലൈസേഷൻ എന്ന പോലെ കിട്ടിക്കൊണ്ടിരുന്നത്, ഓരോ അവയർനെസ്സും കിട്ടിക്കൊണ്ടിരുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ബോധമാണ്. അപ്പോൾ അന്നത്തെ ഒരു ക്യാരക്ടർ ഞാൻ എന്നൊരു കരഞ്ഞുകൊണ്ടായിരുന്നു. എന്താ പറയുക, ഒട്ടും ഞാൻ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് അല്ലായിരുന്നു. എനിക്ക് ലക്ഷ്യങ്ങളുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജീവിതം തള്ളി നീക്കി പോവുക, ഇന്ന് മറ്റുള്ളവർ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിലൂടെ തന്നെ ഞാൻ ഇനി ഞങ്ങൾക്ക് അറിയാൻ ബാക്കിയില്ല എന്നുള്ള തരത്തിലോട്ട് ഞാൻ മാറിപ്പോയി എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ്, എനിക്കിത് ബ്രേക്ക് ചെയ്യണം, എനിക്കെന്നെ നന്നാക്കണം എന്നുള്ളൊരു ബോധം വന്നത് എന്നെ കണ്ട് പഠിക്കുന്ന എൻ്റെ മകൾ, വളർന്നുകൊണ്ട് ഇരിക്കുന്ന എൻ്റെ മകൾ ഇത് കാണാണ്. അപ്പോൾ ഇവളും ഇതേപോലെ ഇവളുടെ ക്യാരക്ടറും ഇങ്ങനെയാവും എന്നുള്ളൊരു തോട്ട് എനിക്കിപ്പോഴും വന്നു. അതാണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ്. എനിക്ക് എന്നെ ഇടപെടലും മാറ്റണം. മറ്റുള്ളവർ എന്നെ എന്തെങ്കിലുംക്കുറിച്ച് പറഞ്ഞോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, പക്ഷെ എന്നെ അത് ബാധിക്കരുത്. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്ന് പറഞ്ഞത് വളരെ ഇമ്പോസിബിളായിട്ടൊരു കാര്യമാണ്. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും എപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയൂല. ബട്ട് സ്റ്റിൽ ആരെങ്കിലും നമ്മളെ ഇമോഷണലി വീക്കാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് അവരോട് കാണിക്കാണ്ട് നമ്മളിലൂടെ തന്നെ ക്ലെൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് വലിയ കാര്യം. സോ ഇന്നിവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ, റിലേഷൻഷിപ്പിൽ ബ്ലോക്ക്സ് അങ്ങനത്തെ ആണോ, ഈവൻ പാരൻസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എന്തോ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് എംപവർമെൻറ്റിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനും
നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഓഫീസ് ടേബിളോ അല്ലെങ്കിൽ ഓഫീസ് ഇങ്ങനെ ഇരിക്കാൻ പാകത്തിനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എനിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ പോയിന്റ് പറഞ്ഞു തരാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹാപ്പിനെസ്. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാനും സീക്ക് ചെയ്യാനും തേടിപ്പോയിട്ട് അത് ചെയ്യുമ്പോഴുള്ളൊരു എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടി ഇതിൽ പറയുന്നില്ല. അത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ തോട്ടിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ഹാബിറ്റിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും എന്താ പറയുക, ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞ പോലെ ചെറിയ തുള്ളികളായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുക, അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഏത് വ്യക്തിയെ കണ്ടാലും, ഈവൻ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ, ഒരു ഹാപ്പി ആയിട്ട് നടക്കുന്ന, എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയിൽ നിന്നും എനിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ സൂക്ഷിച്ച് നോക്കുക. അവിടെ ആ കുട്ടി ചെയ്യുന്ന കാര്യം ഞാൻ എങ്ങനെ ഇംപ്ലിമെൻ്റ് ആക്കാൻ നോക്കുമ്പോൾ വീടടുത്തുനിന്ന് എണീക്കലാവാം. ചെറിയ ചെറിയ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർ പെട്ടെന്ന് അതൊക്കെ മൂടൊക്കെ തട്ടിയിട്ട് എണീച്ച് പോകും. കാരണം അവർക്കതിന് ടൈമില്ല. കാരണം ബിക്കോസ് അവർക്ക് അടുത്ത കളിയിലേക്കായിരിക്കും അവരുടെ ഫോക്കസ്. അപ്പോൾ അത് എന്താ പറയുക, എൻജോയ് ചെയ്തിട്ട് അങ്ങനെ പോകും എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഇത്രയും നേരം കേൾക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ ഞാൻ ഒട്ടും പെർഫെക്ഷൻ നോക്കിയിട്ടേ അല്ല ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ പുറത്തൊരു കിച്ചണിലാണ് ഞാനിപ്പം ഇരിക്കുന്നത്. അപ്പം അവിടെ ചൂടുണ്ട്, പിന്നെന്താ മഴ പെയ്തതിന് ശേഷം നല്ല ഈച്ചയുണ്ട്. ഒട്ടും പെർഫെക്ഷൻ ഇല്ലാണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. എനിക്കിത് എടുത്തേ മതിയാവും എന്നുള്ളൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഞാൻ ക്ലീൻ ചെയ്യാനൊക്കെ പോട്ടെ. കാരണം ഒക്കെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ടയർഡാവും, പിന്നെന്താ ഉറങ്ങാൻ പോകും. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇരുന്നിട്ട് എനിക്കെന്താ സംസാരിക്കാൻ തോന്നുന്നത് അത് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു.